നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോ ഉരുളി എന്ന് മദ്ദളത്തിനോട് പറയുന്നത് പോലെ എന്റെ കാര്യം നിനക്കറിയാമല്ലോ. കൂട്ടുകാരനെ കൊണ്ട് പെങ്ങളെ കെട്ടിച്ചിട്ട് അവൻ പണവും പണ്ടവും തട്ടിയെടുത്ത് പെണ്ണിനെ പറ്റിച്ചിട്ട് പോയി. അവൾ ആത്മഹത്യ ചെയ്ത് അന്ന് ഞാൻ മറന്നതാ ഈ സത്യവും ധർമ്മവും ഒക്കെ. വീട്ടിലേക്ക് വിളിക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അമ്മ ഇതെല്ലാം അറിഞ്ഞ വെറുതെ അവരെ കൂടെ വിഷമിപ്പിക്കുന്നതിന് നീ വിളി. നീ ദുബായിലാണെന്ന് പറ. ജോലി കിട്ടാൻ കുറച്ച് കാലം കൂടെ എടുക്കും. അപ്പം വീണ്ടും വിളിക്കാമെന്ന് പറ. അവരെങ്കിലും മനസ്സമാനമായിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് പിന്നത്തെ കാര്യം പിന്നെ. നീ ഇപ്പൊ വിളി, ഇങ്ങോട്ട് വന്നേ. തമ്പുരാന് തെറ്റിയില്ല. കൊച്ചുമോൻ 7-ാം തീയതി തന്നെ വരുന്നെന്നാ എഴുത്തില്. 7-ാം തീയതി ആണോ 9-ാം തീയതി ആണോ എന്നൊരു സംശയം വന്നു. അതാ എഴുത്തുകൊണ്ട് പിന്നെ ഇറങ്ങിയത്. ഏത് ഫ്ലൈറ്റ് ആണ്, അതിന്റെ നമ്പർ എത്ര ആണ്, അതും കൂടെ നോക്കട്ടെ. ഒരു പാക്കറ്റ് ഗോൾഡ് ഫ്ലേക്ക്. അവിടെ നിൽക്ക്. BA 424 ബ്രിട്ടീഷ് എയർവേസ്. 424 ബ്രിട്ടീഷ് എയർവേസ്. എന്നാ വരട്ടെ തങ്ക. ശരി തന്നെ. വിവരക്കേട് നിന്റെ കൂടപ്പറപ്പ. തമ്പുരാൻ എഴുത്ത് വായിക്കുന്നതിനിടയ്ക്ക് അവന്റെ ഒരു ഗോൾഡ് ഫ്ലേക്ക്. ഈ മാസം പച്ചടൽപ്പം കൂടുതലാ. 1-ാം തീയതി കഴിഞ്ഞാൽ 10 പൈസയുടെ സാധനം ഞാൻ നിനക്ക് തരത്തില്ല. ഒരു കാർ ആക്സിഡന്റ് 2 കണ്ണും പോയതാ. ഇയാളെയും ഇയാളുടെ ഭാര്യയുടെയും. രണ്ടും പൊട്ടക്കണ്ണന്മാരാ. കൂത്ത കാശ. ചെമ്പൂരാ താമസം. ഒരു കാലത്ത് ഈ തെരുവിന്റെ പകുതി ഇവരുടേതായിരുന്നു. നാട്ടിലുള്ള ഏതോ രാജകുടുംബത്തിന്റെ താവഴിയാ. കൊട്ടാരം പോലൊരു വീടുണ്ട്. നിനക്കറിയോ ഇവരെ? ഒരിക്കലൊരു പൂട്ട് നന്നാക്കാൻ പോയ കണ്ടിട്ടുണ്ട്. പൂട്ടെന്ന് കേട്ടിട്ടില്ല? അത് നന്നാക്കാൻ പോയപ്പോ കണ്ടിട്ടുണ്ട്. ഇയാടെ ഒരു കൊച്ചുമോൻ അമേരിക്കയിലുണ്ട്. ഈ അടുത്ത കാലത്ത് വരുമെന്നാ ഹിന്ദി പിള്ളേർ എടുപ്പിക്കരുത്. തലേ കയറി ഇരിക്കുവേ. കളഞ്ഞിട്ട് വാ. ഈ ചെറിയ കുടിയാണ് ഗോവിന്ദൻകുട്ടി ചക്രവർത്തിയുടെ കൊട്ടാരം. നിനക്ക് വേണേ മൂലയെ കിടക്കാം. അപ്പൊ ഈ കട്ടില അതാ പൊതുവാളിന്റെ. അയാൾ ഏതോ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ പോയിരിക്കുക. എപ്പോഴാ വന്ന് കയറുന്നെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിനക്ക് ഋത്തിക് റോഷന്റെ കൂടെ വരാന്തേ കിടക്കാം. ഋത്തിക് റോഷനാ? അപ്പുറത്തെ ചാവാലിപ്പട്ടിക്ക് പിള്ളേരിട്ടിരിക്കുന്ന പേരാ. അപ്പൊ കക്കൂസും കുളിമുറിയൊക്കെ? കുളി നമ്മളിപ്പോ കണ്ട ടാങ്കിലാവും. കക്കൂസ് ഇതിന്റെ പുറകിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അതിന്റെ പുറത്ത് കയറി ഇരുന്നാ മതി. അയ്യോ മൊത്തമൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇത് ബോംബെയാണ്. ഇവിടെ ഇത്രയും സൗകര്യം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യവന്മാരുടെ ലിസ്റ്റിൽ പെട്ടതുകൊണ്ടാ. 2 അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിടന്ന് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഇക്കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ചെകുത്താനാ സ്ട്രോങ്. വക്കീലെന്ന് പറഞ്ഞു വെറുതെ നടക്കുക. കാശിന് വകയില്ല. പോക്കുവരവിന്റെ ചെലവ് കൂടി ഞാൻ കൊടുക്കണം. പ്രായം കുറഞ്ഞ ഒരുത്തനെ വളച്ചെടുത്തുന്ന് ചീത്ത പേര് എനിക്ക്. അതിലിത്തിരി സത്യമില്ലേ സാവിത്രി അമ്മേ? അച്ഛന്റെ അസിസ്റ്റന്റ് വക്കീലെന്ന് പറഞ്ഞിവിടെ നിന്നപ്പോ ഈ നമ്പീസച്ചൻ കോടതി വരാന്ന് കണ്ടിട്ടില്ല. ചായ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ കാണായിട്ട് ഒരാള് വീട്ടിൽ വേണല്ലോ എന്ന് കരുതി ഇവിടെ നിർത്തിയതാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ അല്ല, തമ്പുരാൻ തന്നെ പറ. വല്യത്തം വക്കീലുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ ഇന്നും തമ്പുരാൻ വരെ ഇയാളെ സഹിക്കുന്നത്. എനിക്കങ്ങനെ കേസൊന്നുമില്ലല്ലോ. കുഞ്ഞുണ്ണി ഈ ആഴ്ച അമേരിക്കയിൽ നിന്ന് വരും. കണ്ടവരൊക്കെ കയറി തോന്നിവാസം കാണിച്ചത് കൊണ്ട് വീട്ടിലെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അതുകൊണ്ട് എഴുത്തോ ടെലഗ്രാമോ വന്നാൽ ഇങ്ങോട്ട് അയക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. അത് വല്ലതും വന്നാൽ അറിയിക്കണം. അത്രയും പറയാൻ ഇറങ്ങിയതാ. തമ്പുരാൻ ധൈര്യമായിട്ട് പൊക്കോളൂ. അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പൊതുവാളിന്റെ ഇല്ല, അവനെ ഇനി ആ പഠിക്കാത്ത കയറ്റുന്ന പ്രശ്നമില്ല. ഞങ്ങളെ നോക്കാനാ അവനെ വെച്ചത്. പിന്നെ കള്ളു കുടിച്ച് ബോധമില്ലാത്ത അവനെ നോക്കാൻ വേറൊരാളെ വെക്കേണ്ടി വന്നു. ആരും വേണ്ട. തോമസ് മുതലാളിയുടെ വീടല്ലേ? അതെ. ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഗോവിന്ദൻകുട്ടി, ഇത് ശിവരാമൻ. കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അച്ഛൻ പറഞ്ഞോണ്ടല്ലോ കാണാൻ സൗകര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത് വെടിവെക്കരുത് മുതലാളി, അബദ്ധം പറ്റിയാണ്. ഇവനെന്റെ അച്ഛനെ പറഞ്ഞു, തന്തയ്ക്ക് പറഞ്ഞു. പിന്നെ അച്ചായ കാത്തിരിക്കാണെന്ന് അറിയാൻ വന്നതാ. അറിയുന്നതിന് മുമ്പ് ഇടിച്ചോ പന്നി. അവൻ വിക്കനാണ്. അത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അത് പറയാനല്ലേ ഞാൻ വന്നത്. അതിനു മുമ്പ് അവനൊക്കെ അടിക്കാൻ ആര് പറഞ്ഞു? എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു സുഹൃത്താ. നമ്മുടെ പരിപാടിക്ക് ഒരാളെ കൂടെ വേണമെന്ന് മുതലാളി പറഞ്ഞായിരുന്നല്ലോ. വിശ്വസിക്കാം. നല്ല ചങ്കൂറ്റുവാ, കൂടെ നിൽക്കും. കണ്ടിട്ടൊരു കള്ള ലക്ഷണം. മുതലാളിക്ക് ബാങ്ക് മോഷണത്തിന് ഒരു ഹരിചന്ദ്രനാണ് വേണ്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. ബാങ്ക് മോഷണം? പ്ലാൻ ഞാൻ പറയാം. ഇത് എലീന, എന്റെ കാമുകിയെന്നോ ഗേൾഫ്രണ്ട് എന്നോ കൂട്ടുകാരിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കം. ഇവൻ ഞാൻ ഡ്യൂട്ടി. ഡ്യൂട്ടിയാ? ഡ്യൂട്ടി തോമാച്ചിന്റെ ബ്രദർ. അപ്പൊ ഞങ്ങളുടെ കാശിന്റെ കാര്യം? അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടക്കും.
പിന്നൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഓപ്പറേഷൻ സമയത്ത് ആരും ആരുടെയും പേര് വിളിക്കാൻ പാടില്ല. നമ്മൾ ആരൊക്കെയാണെന്ന് ഒരു തെളിവും പോലീസിന് കിട്ടരുത്. നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. നമ്മുടെ നാട്ടിൽ ഒരു കോഴിയെ മോഷ്ടിക്കുന്ന പോലെയുള്ളൂ ബോംബെയിൽ ബാങ്ക് മോഷ്ടിക്കുന്നത്. കോഴിയായാലും ബാങ്കായാലും മോഷണം തന്നെ. അകത്തായാലും 3 നേരം ഗോതമ്പുണ്ടെങ്കിലും കിട്ടും. ഒരു ബാങ്ക് മോഷണം എന്നൊക്കെ പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എത്ര തലമുറ കഴിഞ്ഞാലും അതിന്റെ ഒരു വെയിറ്റ്. എന്തായാലും ഞാനില്ല, വേറെ വല്ല രീതിയിലും. വേറെ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചു. ഞാൻ നീ ഒരു കാര്യം ചെയ്യ്, പൊയ്ക്കോ. ഞാൻ മോഷണം കഴിഞ്ഞു വന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് അടിച്ചോണ്ട് പോയ പെൻഷൻ കാശ് പലിശ സഹിതം തിരിച്ചു തന്നേക്കാം. അതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു പോരെ. പിന്നൊന്ന്, ഇവിടെ തെണ്ടി ജീവിക്കാന്നൊന്നും വിചാരിക്കണ്ട. അവർക്ക് യൂണിയൻ ഉണ്ട്. അത് ചേരാ തെണ്ടിയാലുണ്ടല്ലോ ആറ്റിക്കൊണ്ട് നൂന്നു പോവും. നീ ഒരു കാര്യത്തിൽ ലക്കിയാ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ബെസ്റ്റാ. വഴി കിടന്ന് ചത്താലും ചീഞ്ഞളിയില്ല. കറക്റ്റായിട്ട് അവരെ അപ്പൊ തന്നെ എടുത്ത് കുഴിച്ചിടും. എന്താ മോഷ്ടിക്കാൻ ഞാൻ റെഡി. ഇല്ല ഇല്ല. ഒരിക്കലും മലയാളം പറയരുത്. അവർക്ക് മനസ്സിലാകും നമ്മൾ മലയാളികളാണ്. ഇവരെന്റെ പേര് വിളിക്കുന്നു. കേറി വരാൻ സാധനങ്ങൾ തന്നു. ജീവിതത്തിൽ ഒരിക്കലും ബ്രാൻഡി കുടിക്കരുത് കേട്ടോ മോനെ. നിനക്കറിയാല്ലേ? ഇയാളാണ് എന്റെ മുറിയിൽ കൂടെ താമസിക്കുന്നത്. ഇവന്റെ പുറത്തുകൂടി കയറ്റി ഇറക്കേണ്ടി വരുന്നതാ തോന്നുന്നത്. ഓ മലയാളിയാണ് അല്ലടാ. കേട്ടടാ, എന്റെ നെഞ്ചത്തോടെ കേട്ടടാ. നിന്റെ അപ്പനെ പറിച്ചു തന്നടാ ഈ ബോംബെ റോഡ്. നിന്റെ പാട്ട വണ്ടി. अरे यार झगड़ा छोड़ो, निकलो यहाँ से. പൊടി കേട്ടടാ, വാതിലടക്കില്ലേന്ന്. എനിക്കൊരു കാര്യം പറയാണ്ട്. എനിക്ക് നിന്റെ അമ്മയ്ക്ക് വിളിക്കാനാ. നിന്റെ അമ്മയുടെ നെഞ്ചത്തോടെ കേട്ടടാ പന്നി. നോട്ടുകളെല്ലാം നമ്പേർഡ് ആയിരിക്കും, സൂക്ഷിക്കണം. പോലീസിന്റെ നിഗമനം എന്താണെന്ന് അറിയുന്നവരെ ഇതിവിടെ ഇരിക്കട്ടെ. നാളെ കാലത്ത് എല്ലാവരും ഫ്ലാറ്റിൽ വരിക. ബാക്കി തീരുമാനം അപ്പോൾ എടുക്കാം. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. നിങ്ങൾ നടന്നോ, എനിക്കൊരു ഫോൺ ചെയ്യാനുണ്ട്. ബൈ. हेलो पुलिस कंट्रोल रूम, ध्यान से सुनिए. The National Bank has been robbed by one Mr. Thomas Matthews. हाँ, वो अपर्णा अपार्टमेंट्स रूम नंबर 202 में रहते हैं. बाय. ആ കാശൊന്ന് കൈ കിട്ടിയിട്ട് വേണം നമ്മുടെ വിസ എടുക്കാൻ, നാട് വിടാൻ. എന്നിട്ട് നമ്മളൊരു തിരിച്ചുവരവുണ്ട്. നമ്മളെയൊക്കെ കളിയാക്കിയവരെയും കഷ്ടപ്പെടുത്തിയവരെയും മുമ്പിലേക്ക് ഈ കാശ് പറത്തിക്കൊണ്ട് നമ്മൾ പറയും, കണ്ടോടാ നമ്മുടെ കളിയാട്ടമെന്ന്. കഷ്ടകാലമേ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.